കാജൽ റോസമ്മ അമ്മായിയുടെ വീട്ടിലാണ് താമസം. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് പോളങ്കിളാണ്. പോളങ്കിളിന് ജെൻസി, ആൻസി എന്നിങ്ങനെ 2 മക്കളുണ്ട്. അവർ ഡൽഹിയിലും ബാംഗ്ലൂരിലുമായി പഠിക്കുകയാണ്. കാജൽ നാട്ടിൽ +2-ഉം ഡിഗ്രിയും പൂർത്തിയാക്കി. എന്നാൽ അവളെ തുടർന്ന് പഠിപ്പിക്കാൻ റോസമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ അവൾ ഇപ്പോൾ ഒരു ജോലിക്കായി ശ്രമിക്കുകയാണ്. റോസമ്മയ്ക്ക് കാജലിനോട് ഒരു പ്രത്യേക സ്നേഹവുമില്ല. സ്വന്തം മക്കൾ ദൂരെ നിന്ന് പഠിക്കുമ്പോൾ കാജൽ ഇവിടെ സുഖമായി ജീവിക്കുന്നു എന്നൊരു തോന്നലാണ് റോസമ്മയ്ക്ക്. പക്ഷേ കാജൽ അതൊന്നും കാര്യമാക്കാതെ യാതൊരു പരാതിയുമില്ലാതെ ജീവിച്ചു. കാരണം അവളെ ഇത്രയൊക്കെ പഠിപ്പിച്ച പോളങ്കിൾ അവൾക്ക് ദൈവതുല്യനായിരുന്നു. അങ്കിൾ മരിച്ചുപോയെന്ന് ഇന്നും അവൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും തങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് അവൾ പറയാറ്. ഒരു ഞായറാഴ്ച പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് കാജൽ ജിജോയെ കണ്ടത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അവനെ കാണുന്നത്. എവിടെയായിരുന്നു ജിജോ? അവൾ സ്നേഹത്തോടെ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയല്ലേ വീടിനകത്ത് തപസ്സിരിക്കുന്നത്? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഞാൻ പ്രതിയായി. ഓ സോറി. കാജലും ചിരിച്ചു. അപ്പോഴാണ് അയൽവക്കത്തുള്ള 2 സ്ത്രീകളോടൊപ്പം റോസമ്മ വരുന്നത് അവർ കണ്ടത്. അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ജിജോ പറഞ്ഞു, ദാ നിങ്ങളുടെ സൊസൈറ്റി ആന്റി വരുന്നു. ഞാനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല. ഗുഡ് ബൈ ഗുഡ് ബൈ. കാജലും യാത്ര പറഞ്ഞു. റോസമ്മ ദേഷ്യത്തോടെ അവിടെ നോക്കി. കാജൽ ഒന്നും മിണ്ടാതെ താഴെ കിടന്ന ഒരു പൂവെടുത്ത് അതിന്റെ ഭംഗി ആസ്വദിച്ചു നടന്നു. സാധാരണഗതിയിൽ റോസമ്മ അയൽക്കാരെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അന്നവർ ഒന്നും മിണ്ടിയില്ല. റോഡിനരികിൽ റോസ് നിറത്തിൽ പഞ്ചസാര മണൽ ചിതറിക്കിടന്നിരുന്നു. കുറച്ചു ഭാഗം റോഡിലേക്കും കയറിക്കിടന്നിരുന്നു. മാത്തച്ഛന്റെ പലചരക്ക് കടയും സുധീറിന്റെ ബേക്കറിയും കഴിഞ്ഞ് കുഞ്ഞുകോയയുടെ മകൾ നടത്തുന്ന തുണിക്കടയ്ക്കും സ്റ്റോപ്പിനും അടുത്തായി കുറച്ച് യുവാക്കൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കാജലിന് ചെറിയ ഭയം തോന്നി. അവരെല്ലാവരെയും നന്നായി ശ്രദ്ധിക്കും. റോസമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നോക്കിയാൽ തനിക്കായിരിക്കും കുറ്റം. അവരുടെ സ്വഭാവം റോസമ്മയ്ക്ക് അറിയില്ലല്ലോ. റോസമ്മയുടെ വീട് കുറച്ച് ഉൾഭാഗത്താണ്. പള്ളിയും ഗ്രാമാന്തരീക്ഷത്തിലാണ്. വയലുകളും തോട്ടങ്ങളും ഒക്കെയുണ്ട്. കാജൽ വയൽ വഴി വേഗത്തിൽ നടന്നു. റോസമ്മയും ഒപ്പം നടന്നു. അന്ന് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും റോസമ്മയുടെ മുഖം കനത്തിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാജൽ. അപ്പോഴാണ് റോസമ്മയുടെ വിളി വന്നത്. കാജൽ, വരൂ, നിന്നെ കാണാൻ കുറച്ചുപേർ വന്നിട്ടുണ്ട്. ഒരു ജോലിക്കാണ്. അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്നു. ശരിയാണ്, കാർ പോർച്ചിൽ ഒരു കാർ നിൽക്കുന്നു. അവൾ റോസമ്മയുടെ അടുത്തെത്തി. ആരാണ് ആന്റി? എന്താണ് ജോലി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഹോം നഴ്സിന്റെ ജോലിയാണ്, റോസമ്മ പറഞ്ഞു. വേഗം ചെല്ല്, അവർ അലറി. കാജലിന് നിരാശ തോന്നി. വെറുതെ ഒരു പ്രതീക്ഷ ഉയർന്നു വന്നപ്പോഴേക്കും അത് തകർന്നു പോയിരിക്കുന്നു. ഹോം നഴ്സ്? താൻ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ല. അവൾ ആജ്ഞ അനുസരിച്ച് വേഗം ഇറങ്ങി. ഹാളിൽ പ്രൗഢയായ ഒരു സ്ത്രീയും വൃത്തിയായി ഷേവ് ചെയ്ത ഒരു മധ്യവയസ്കനും ഇരിപ്പുണ്ടായിരുന്നു. കുട്ടിയാണോ? അവർ തിരക്കി. കാജൽ അമ്പരന്ന് നിന്നു. ഇവളാണ് ജോലിക്ക് തയ്യാറായിട്ടുള്ളത്. റോസമ്മ ചായകോപ്പകളുമായി അങ്ങോട്ട് വന്നു പറഞ്ഞു. എന്താണ് പേര്? ചായ റോസമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആ സ്ത്രീ കാജലിനോട് ചോദിച്ചു. കാജൽ, അവൾ മറുപടി പറഞ്ഞു. കൊള്ളാം, നല്ല പേര്. ഞാൻ ശ്രീദേവി നന്ദൻ. ബിസിനസ് ചെയ്യുകയാണ്. ദി മോഡേൺ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്റേതാണ്. കുട്ടിക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഓ അറിയാം, മാഡം ആണല്ലേ? കാജൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാജൽ റെഡിയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാം. എന്റെ വീട്ടിലാണ് ജോലി. എന്റെ അമ്മയെയാണ് നോക്കേണ്ടത്. ഞാൻ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. കാജൽ റോസമ്മയെ നോക്കി. റോസമ്മയുടെ കണ്ണുകൾ ഉരുണ്ടു. അവൾ ചെറുതായി ഭയന്നു. ഇനിയൊരു യാത്രയ്ക്കു കൂടി എനിക്ക് സമയമില്ല. റോസമ്മയുമായി ഞാൻ എല്ലാം സംസാരിച്ചിരുന്നതല്ലേ? കാജൽ ഇന്ന് വരുന്നോ? അതോ? അവർ റോസമ്മയെ നോക്കി. അവൾ റെഡിയാണ്. സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയം മതി, റോസമ്മ പറഞ്ഞു. അതെ, ഞാൻ റെഡിയാണ്, അവൾ പരിഹാസത്തിൽ പറഞ്ഞു. ഇവർ ഏതുതരം ആളുകളാണെന്ന് കാജലിന് അറിയില്ല. ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണെന്ന സത്യം മാത്രമേ അവൾക്കറിയൂ. എന്നിട്ടും തന്നെ ഇവരുടെ കൂടെ വിടുന്നു. വിടട്ടെ, മരണമെങ്കിൽ അത്, അവൾ മനസ്സിലോർത്തു. എന്താ ചിന്തിക്കുന്നത്? റോസമ്മ ചോദിച്ചു. നിന്റെ ഡ്രസ്സും മറ്റു സാധനങ്ങളും വേഗം റെഡിയാക്ക്. നല്ല ശമ്പളമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാജൽ വേഗം മുകളിലേക്ക് കയറിപ്പോയി. എത്ര നാളത്തേക്കുള്ള ഉറപ്പാണോ ആവോ, അവൾ ചിന്തിച്ചു. ശ്രീദേവി റോസമ്മയുമായി സംസാരിച്ചു. ഇത് എന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. പേര് മനോഹർ. ഓ മനോഹർ, ഗ്ലാഡ് ടു മീറ്റ് യു, റോസമ്മ പറഞ്ഞു. അയാളും അതുപോലെ മറുപടി നൽകി.
കുറച്ചു കഴിഞ്ഞപ്പോൾ മനോഹർ പുറത്തിറങ്ങി പൂന്തോട്ടത്തിലെ ചെടികളുടെ ഭംഗി ആസ്വദിച്ചു നിന്നു. ശ്രീദേവിയും പുറത്തിറങ്ങി. ഇതാരുടെ കൈവിരുതാണ്? ഭംഗിയായി വെട്ടിനിർത്തിയ കുറ്റിച്ചെടി കണ്ട് അവർ ചോദിച്ചു. റോസമ്മ തന്റേതെന്ന മട്ടിൽ ചിരിച്ചു. ആഹാ, റോസ മിടുക്കിയാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളല്ലേ ആ കുട്ടി? അതെ, അവർ പറഞ്ഞു. ഉച്ചയ്ക്ക് മുൻപ് അവർ യാത്ര പുറപ്പെട്ടു.